അതുകൊണ്ട് വാപ്പ എന്ന് പറയുമ്പോൾ, ഉമ്മ എന്ന് പറയുമ്പോൾ ബലം പിടിച്ചു നിൽക്കൽ മാത്രമല്ല, കുട്ടികൾക്ക് സോഫ്റ്റായി നിന്ന് കൊടുക്കണം നമ്മൾ. ഞാൻ കുട്ടികളുടെ പക്ഷം പറയല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ഒരു പിതാവ് എന്ന് പറഞ്ഞാൽ, പ്രായം ചെന്നവർ ക്ഷമിക്കണം കേട്ടോ, പിതാവ് എന്നാണ് അങ്ങനെ ഒലക്കമുട്ടി പോലെ ഇരിക്കരുത്. പകരം ഏതെങ്കിലും ഒരു ഞായറാഴ്ച വരുമ്പോൾ തൊട്ടടുത്ത് ഏതെങ്കിലും കോളുണ്ടെങ്കിൽ നമ്മുടെ ആൺകുട്ടികളെയും കൊണ്ട് കുളിക്കാൻ വേണ്ടി പോകണം. മുതിർന്ന പെൺകുട്ടികളെയും കൊണ്ടൊന്നും ഇപ്പം നമുക്ക് പബ്ലിക്കായിട്ട് കുളിക്കാൻ പോകാൻ പറ്റില്ല. ഏതായിരുന്നാലും കുട്ടികളെയും കൊണ്ട് പോകണം. എന്നിട്ട് നമ്മളെ 3 ആൺമക്കളും കൂടി വാപ്പാനെ കുളത്തേക്ക് പിടിച്ചുന്തണം, വാപ്പ മക്കളെ പിടിച്ചുന്തണം. അപ്പോഴെ വാപ്പയും മക്കളും തമ്മിലൊരു വല്ലാത്ത ബന്ധം ഉണ്ടാവുള്ളൂ. ഇത് കാണിക്കേണ്ടത് ആരാ കാണിക്കേണ്ടത്? അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല തന്നെ പറയുന്നു, ഉസ്താദുമാരോട് ചോദിച്ചു നോക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൻ നബവിയിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ചെയ്ത് മുഖം ഗൗരവമായി നിൽക്കും. ചിലയിടത്തേക്ക് ആളുകൾ ആക്രമിക്കാൻ വേണ്ടി വരുന്നു, അവിടെ നിൽക്കണം നിങ്ങൾ, അതുകൊണ്ട് അവരെ തടഞ്ഞു വെക്കണമെന്ന് പറയുന്നത് വരെ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ വീട്ടിലേക്ക് എത്തുമ്പോൾ ആ ഗൗരവക്കാരനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ഞാൻ ഇങ്ങനെ നോക്കി വരും. വീട്ടിലെത്തുമ്പോൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമയെ പുറത്തിരുത്തിയിട്ട് ആനയായി കളിപ്പിക്കുമായിരുന്നു. അവിടെ മസ്ജിദുൻ നബവിയിൽ അങ്ങനെ ഒരു വിഷയം നടന്നതായി വീട്ടിൽ ഒരിക്കലും അത് അങ്ങനെ ആ ഒരു രീതി കാണിക്കുകയേ ചെയ്യില്ലായിരുന്നു എന്ന് അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു. ഇവിടെ നമ്മൾ മക്കളോട് സോഫ്റ്റ് ആയിട്ട് നിന്നാലേ മക്കൾ നമ്മളോട് നല്ല രീതിയിൽ നിൽക്കൂ. എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ സമയം ഏകദേശം, കാരണം അസ്ര നിസ്കരിക്കണം, ഇപ്പോൾ നദീബി സാഹിബ് വരും. അതുകൊണ്ട് പ്രിയപ്പെട്ട എൻ്റെ യുവാക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ പ്രിയപ്പെട്ട മാതാവ്, നമ്മുടെ പ്രിയപ്പെട്ട പിതാവ്, ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നമ്മുടെ പ്രിയങ്കരനായ ഒരിക്കൽ ജില്ലയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ആളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ UNOയിൽ വരെ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കുകയുണ്ടായി. നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും. ചെമ്മാട്ടുകാരനായ തിരൂരങ്ങാടിക്കാരൻ, പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു. ആ സഹോദരൻ അദ്ദേഹത്തിന്റെ അനുജൻ എങ്ങനെ പഠിപ്പിക്കണമെന്നറിയോ? ഗ്ലോബ് കൊണ്ടുവന്നെടുത്ത് ലോകത്തെ മുഴുവൻ പഠിപ്പിച്ച് ഈ അനിയനെ മുഴുവൻ വളർത്തിയെടുക്കുക. ഞാൻ ആ ജേട്ടനോട് ചോദിച്ചു, നിങ്ങൾ ഇവൻ എന്താക്കാനാ താല്പര്യം? പിന്നെ സിവിൽ സർവീസ് അത് കഴിഞ്ഞിട്ടുന്നത്. ആ കുട്ടിക്ക് ആകെ 9 വയസ്സായിട്ടുള്ളൂ. ഞാൻ ചെമ്മാട് ഒരു പരിപാടിയിൽ വെച്ചിട്ട് ആ കുട്ടിയെ സ്റ്റേജിലേക്ക് വിളിപ്പിച്ച്, ഞാൻ സ്റ്റേറ്റ് പറയും, അവൻ നേഷൻ പറയും, അഥവാ രാജ്യം പറയും. ഞാൻ രാജ്യം പറയും, അവൻ സ്റ്റേറ്റ് പറയും. ഞാൻ രാജ്യം പറയുമ്പോൾ അവൻ ഭാഷ പറയും. അവിടെയുള്ള ഭാഷ പറയുമ്പോൾ അവൻ ഇന്ന രാജ്യം എന്ന് പറയും. ചുരുക്കി പറഞ്ഞ ലോക വിവരങ്ങൾ മുഴുവൻ ആ കുട്ടിയുടെ തലയിലുണ്ട്. അതിനുശേഷം പിന്നെ ഖത്തറിൽ വെച്ചിട്ടൊരു പരിപാടിയിലും ഇതേ കുട്ടി അവിടെ വന്നിരുന്നപ്പോൾ ഞാൻ അത് അവിടെ തന്നെ ചെയ്തു. ഈ കുട്ടിക്ക് എല്ലാവരും ഇത് ആരാ പഠിപ്പിച്ചു കൊടുക്കണമെന്ന് അറിയോ? ജ്യേഷ്ഠനാണ്. കാരണം ഒരു ജ്യേഷ്ഠൻ ഒരു അനുജനെ കരുതലോടെ കൊണ്ടുപോകാൻ. എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠന്മാരോട്, നിങ്ങൾക്ക് താഴെയുള്ള കുട്ടികളുണ്ടല്ലോ, നിങ്ങളെ കണ്ടിട്ടാ പഠിക്കുക. ഈ കുട്ടികൾ കുറെ കഴിഞ്ഞാൽ, ഈ പിഞ്ചു കുട്ടികൾ ഇപ്പൊ നിസ്കരിക്കുന്നുണ്ടാവും, മദ്രസയിൽ പോകുന്നുണ്ടാവും, അവര് നിസ്കരിക്കുന്നുണ്ടാവും. പക്ഷെ ജ്യേഷ്ഠന്മാരെ നിസ്കരിക്കാതാകുമ്പോ ഈ അനുജന്മാര് പറയും, കാക്കസ്കരിക്കണില്ലല്ലോ, പിന്നെന്തിനാ ഞാൻ നിസ്കരിക്കണമെന്ന്. എന്റെ സഹോദര, നിങ്ങളെ കണ്ടിട്ടാണ് നമ്മുടെ കുട്ടികൾ പോലും, നമ്മുടെ അനുജന്മാര് പോലും ഇങ്ങനെ വേറൊരു പടനിലത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് അവർക്ക് മുതിർന്ന ഒരു ലീഡറായി നിൽക്കാൻ നമുക്ക് പറ്റണം. യു ജസ്റ്റ് ഒബേ മീ, നീ എന്നെ ഫോളോ ചെയ്യടാ, ഞാൻ ചെയ്യും പോലെ ചെയ്യൂ എന്ന് പറയാൻ എന്തായിരിക്കണം? നമുക്ക് ത്രാണിത്തമുണ്ടാകണം. ഓരോ ജ്യേഷ്ഠന്മാർക്കും പഠനത്തിൽ നിങ്ങൾ ഉയർന്നു പോകുമ്പോൾ നിങ്ങളുടെ അനുജന്മാർ നിങ്ങളെ അനുകരിക്കുന്ന ഒരവസ്ഥയുണ്ടാകണം. എൻ്റെ ഈ മഹല്ലിലെ എൻ്റെ സംഘാടകരോട്, സമയമില്ലാത്തതുകൊണ്ട് കുറച്ച് എങ്ങനെ ഒരു സ്ട്രെസ്സിലാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. കാരണം അത് അവസാനിപ്പിക്കും വേണം, കുറേ മാറ്ററുകൾ പറയാനുണ്ട്. അവസാനിപ്പിക്കാം. ഞാൻ പറയുന്നത്, ഇവിടെയുള്ള കുട്ടികൾക്ക് പോസിറ്റീവായ ലോകങ്ങൾ നമ്മൾ തിരഞ്ഞു കൊടുക്കണം. ഇവിടെയുള്ള ഉലമാക്കളൊക്കെ അതിന് സന്നദ്ധമായ, അതിന് പ്രാപ്തിയുള്ള ആളുകളാണ്. എന്ന് വെച്ചാൽ ലോകത്തിലെ പ്രശസ്തമായ കലാലയങ്ങളിലേക്ക് നമ്മുടെ കുട്ടികളെ എത്തിക്കണം. നിങ്ങളെ കുട്ടികളെ എത്തിക്കണം. പ്രത്യേകിച്ച് ആൺകുട്ടികളെ. എത്ര സ്ഥലത്ത് വലിയ വലിയ കോഴ്സസ് ഉണ്ട്, അവിടെ വിദ്യാഭ്യാസപരമായി നമ്മുടെ കുട്ടികളെ എത്തിക്കുക. മഹല്ലിന് അതിന്റെ സംവിധാനങ്ങൾ ഉണ്ടാകണം. അത് മഹല്ലുകാരെ ശ്രദ്ധിച്ചോളും. അതിന്റെ ടെസ്റ്റുകൾ ഉണ്ടാകും. ഇപ്പോൾ ഉദാഹരണത്തിന് നീറ്റേ നമുക്കറിയൂ, അതല്ലാത്ത കുറെ എണ്ണത്തിൻ്റെതുണ്ട്. ആ ടെസ്റ്റുകൾ എഴുതിയാൽ നമ്മൾ കുട്ടികൾ അവിടെ എത്തിക്കാൻ പറ്റും. ഇപ്പൊ ചികിത്സാ രംഗത്ത് മഹല്ലുകൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. കുടുംബത്തിന്റെ കാര്യത്തിൽ തന്നെ ഉദാഹരണത്തിന് 35 ലക്ഷം രൂപ കൊടുത്താലായിരിക്കും കിഡ്നി മാറ്റിവെക്കാൻ പറ്റുകയെന്ന് വെക്കുക. ആ കിഡ്നി മാറ്റിവെക്കാൻ പറ്റുന്ന കാര്യത്തിനെ നമുക്ക് ജിപ്മറുമായി ബന്ധപ്പെട്ടാൽ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ വലിയ മെഡിക്കൽ കോളേജിൽ ബന്ധപ്പെട്ടാൽ, വിദേശത്തെ അസീം പ്രേംജിയുടെ, ഞാൻ ഒന്നും കൂടി പറയാം, അസീം പ്രേംജിയുടെ ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ടാൽ അത് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റും. അതിന് മഹല്ലുകാരാണ് എന്താക്കേണ്ടത്, മുന്നോട്ട് വരേണ്ടത്. ഞാൻ ആ വിഷയം എൻ്റെതല്ലാത്തത് കൊണ്ട് ഞാൻ അതിൽ പറയുന്നില്ല. പക്ഷേ കുടുംബത്തിൽ ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞോട്ടെ, ഒന്നാമതായി നമ്മൾ കൊണ്ടുവരേണ്ടത് മൂല്യമാണ്, സ്പിരിച്വാലിറ്റിയാണ്, അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. ഇന്നതാ നിയോ ലിബറലിസം എന്നതിൻ്റെ പേരിൽ ക്യാമ്പസുകളിലും സ്കൂളുകളിലൊക്കെ പല പല ചർച്ചകൾ നടക്കാൻ വ്യത്യസ്ത രാഷ്ട്രീയക്കാരെ മുഖത്തിലുണ്ടാകാം. എല്ലാ രാഷ്ട്രീയക്കാരോടും കൂടി പറഞ്ഞുകൊള്ളട്ടെ,
രാഷ്ട്രീയം വലുതാക്കാൻ വേണ്ടി ദയവ് ചെയ്ത് നമ്മൾ നിയോ ലിബറൽസിന്റെ കൂട്ടുപിടിക്കരുത്. കാരണം നമുക്കൊരു മൂല്യമുണ്ട്, നമുക്കൊരു യശസ്സുണ്ട്. അതിലൂടെ മാത്രമേ നമ്മൾ കൊണ്ടുപോകാവൂ. നമ്മുടെ കുട്ടികൾക്ക് ഏതെങ്കിലും ക്ലബ്ബുകൾ തുറന്നു കൊടുത്ത് ആ ക്ലബിൽ അംഗങ്ങളാക്കി അവസാനം പാതിരാത്രിയിൽ 1 മണിക്കും 2 മണിക്കും വീട്ടിലേക്ക് എത്തുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ ഈ മഹലിലെ കുട്ടികളാകാൻ പാടില്ല. അവർ 3 മണിക്ക്. നിങ്ങൾ പറയുന്ന യൂറോപ്പ്, നിങ്ങൾക്ക് 8:30 മണി കഴിഞ്ഞാൽ ഒരു സാധനം കിട്ടൂല. രാത്രി 8:30 മണി കഴിഞ്ഞാൽ ഒരു സാധനം നിങ്ങൾക്ക് കിട്ടൂല. ഞാൻ പറഞ്ഞല്ലോ 2 മാസം മുമ്പ് 9 രാജ്യത്ത് പോയി. ആദ്യം ഫ്രാൻസിൽ പോയി, അവിടുന്ന് ബെൽജിയം, പിന്നെ നെതർലാൻഡ്, സ്വിറ്റ്സർലാൻഡ്, ജർമ്മനി, ഇറ്റലി, അത് കഴിഞ്ഞിട്ട് പിന്നെ ലിechtenstein, അതിന്റെ അപ്പുറത്ത് പിന്നെ ഓസ്ട്രിയ, ഈ രാജ്യം വത്തിക്കാൻ, എല്ലായിടത്തും നമ്മൾ പോയി. ഈ രാജ്യത്ത് പോകുമ്പോഴൊക്കെ രാത്രി 9:45 മഗ്രിബ്. ഒന്നും കൂടി പറയാം, 9:45 ഏഷയല്ല കേട്ടോ, 9:45 മഗ്രിബ് നിസ്കാരം. നമ്മൾ ഈ വൈകുന്നേരം 6:45 തന്നെ മഗ്രിബ് കണ്ടിട്ട് പഠിച്ചതുകൊണ്ടാണ്. 9:45 അവിടെ മഗ്രിബ്. പ്രത്യേകിച്ചും ഫ്രാൻസിലും ബെൽജിയത്തിലും. ഫ്രാൻസിൽ എത്ര മസ്ജിദ് ഉണ്ടെന്ന് അറിയാം? 4000-ലേറെ പള്ളികളുണ്ട്. ജർമ്മനിയിൽ എത്ര പള്ളികളുണ്ടെന്ന് അറിയാം? നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക കുട്ടികൾ. 2700 പള്ളികളുണ്ട്. ഈ മഗ്രിബ് നിസ്കാരത്തിന് മുമ്പേ ഇവരൊക്കെ മഗ്രിബ് നിസ്കരിക്കുന്നവരൊന്നല്ല, 8:30 മണിക്ക് ക്ലോസ് ചെയ്യും. എന്നിട്ട് നമ്മൾ കടയിലേക്ക് ചെന്നിട്ട് എനിക്ക് അത് വേണം എന്ന് 8:30 ശേഷം 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. മുതലാളി പറയും സോറി ഇറ്റ്സ് ക്ലോസ്ഡ്. പിന്നെ സാധനം തരൂല. അവർ 8:30 മണിക്ക് അവസാനിപ്പിക്കും. അവിടെ കിടന്നുറങ്ങലോ ഒരു 9:30. നമ്മൾ പറഞ്ഞ യൂറോപ്പില് പിന്നെ ഈ ശനി ഞായർ ദിവസങ്ങളിൽ നേരം വെളുക്കോളം ചില ആൾക്കാർക്ക് ചില ഏർപ്പാടുകൾ ഉണ്ടാവും. വേറെ എല്ലാ ദിവസവും കടന്നുറങ്ങൽ 9:30 മുമ്പേ. അപ്പം നിങ്ങൾ വിചാരിക്കും മഗ്രിബ് ഏശയാണ്. മുസ്ലിങ്ങൾ മാത്രമേ നിസ്കാരത്തിന് കാത്തുക്കലുള്ളൂ. മുസ്ലിങ്ങൾക്ക് പോയി മഗ്രിബ് ഏശയും നിസ്കരിക്കാതെ പറ്റൂലല്ലോ, അതുകൊണ്ട് മാത്രം. അല്ലാത്തവരൊക്കെ 9:30 മണിക്ക് കിടന്നുറങ്ങും. എന്നിട്ട് ഏർലി ടു ബെഡ് ആൻഡ് ബെഡിലേക്ക് ഏർലി ആയിട്ട് പോവാ, ഏർലി ഫ്രം ദ ബെഡ്, ഏർലി ആയിട്ട് ബെഡിൽ നിന്ന് എഴുന്നേൽക്കുകയും ചെയ്യാം. നമ്മൾ പറയുന്ന സായിപ്പന്മാരൊക്കെ അങ്ങനെയാണ്. സായിപ്പന്മാരെയാണ് നിങ്ങൾ, യൂറോപ്പിനെയാണ് നിങ്ങൾ അനുകരിക്കുന്നതെങ്കിൽ ഭയങ്കര പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യും. രാവിലെ തന്നെ എഴുന്നേൽക്കും. നമ്മളാകട്ടെ എന്താ ചെയ്യാന്ന് വെച്ചാൽ പിന്നെ അവിടെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ ടർഫ് പോണ കുട്ടികൾ, ഇവിടെയൊക്കെ ടർഫുകൾ ഉണ്ടാവും. ടർഫ് പോണ എല്ലാ കുട്ടികളും പള്ളിക്കലെത്തും. അതിൻ്റെ ഇടയിൽ തിരിച്ചൊരു കാര്യം കൂടിയുണ്ട്. പിന്നെ അതായത് പള്ളിക്ക് പോണ പലരും എവിടെ എത്തും? ടർഫിലെത്തും. എന്ന് പറഞ്ഞാൽ അല്ല, ഇതൊക്കെ മറച്ചിട്ട് നല്ല ഉഷാറായിട്ട് കളിക്കാൻ അവരവിടെ ഉണ്ടാവും. ഞാൻ MT മുഹമ്മദ് ബഷീർ സാഹിബും കൂടി ഒരിക്കൽ ഓസ്ട്രേലിയയിൽ ഒരു പരിപാടിക്ക് പോയപ്പോൾ ഓസ്ട്രേലിയയിൽ ഒരു പള്ളിയുടെ ചുറ്റുവട്ടത്ത് 7 ടർഫുണ്ട്. ഞങ്ങൾ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെ അവിടെ പോയിട്ട് കുട്ടികളെ കണ്ടു. ഹിഫ്ള് പഠിക്കുന്നവർ 1000-കണക്കിന് കുട്ടികൾ അവിടെ പഠിക്കുന്നത്. അപ്പോൾ നമ്മളവിടെ മാത്രമൊന്നുമല്ല ഈ സാധനം ഉള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ മദ്രസ വരുന്നത് ഡ്യൂസ്ബറിയിലാണ്. ഡ്യൂസ്ബറി, ലണ്ടനിലെ ഡ്യൂസ്ബറിയിലെ ലോകത്തിലെ ഏറ്റവും വലിയ മദ്രസ വരാനിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ കോൺഫിഡൻസിന് വേണ്ടി പറയാം. കുട്ടികളോട് ഇത് പറയുമ്പോൾ മനസ്സിലാവും. നമ്മൾ വിചാരിക്കും ദീന് എന്ന് പറഞ്ഞ സാധനം മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും കുറച്ച് സ്ഥലത്ത് മാത്രം തപ്പുകയാണെന്നാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ ജർമ്മനി 2700. നിങ്ങൾ വീട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ ഇവിടുന്ന് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്ക് ജർമ്മനിയിൽ എത്ര മസ്ജിദ് ഉണ്ടെന്ന്, ഫ്രാൻസിൽ എത്ര ഉണ്ടെന്ന്. 600 ചില്ലാം പള്ളികളാണ് ലണ്ടൻ സിറ്റിയിൽ, UK-യിൽ, യുണൈറ്റഡ് കിങ്ഡത്തിൽ ക്രിസ്ത്യൻ സൊസൈറ്റി മുസ്ലിമീങ്ങൾക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളത്. ദീന് ലോകത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കാൻ, മര്യാദപൂർവ്വം അതെല്ലാം വളർന്നുകൊണ്ടിരിക്കാൻ. ലോകത്തിൽ എവിടെ പോയാലും അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. മിനിയാന്നാണ് ന്യൂയോർക്ക് സിറ്റിയിൽ ഉയർന്ന അവസ്ഥയിൽ ബാങ്ക് കൊടുക്കാനുള്ള പെർമിഷൻ ഉണ്ടായത്. ന്യൂയോർക്ക് എന്ന് പറയുന്ന മഹാ സിറ്റിയിൽ ബാങ്ക് നിങ്ങൾ കൊടുത്തോളൂ ഉച്ചസ്വരത്തിൽ എന്നുള്ളത് അവർ പ്രഖ്യാപിക്കുകയുണ്ടായി. ദീന് ലോകത്തിൽ വലുതായിക്കൊണ്ടിരിക്കാൻ. എന്നാൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ചുരുങ്ങിക്കൊണ്ടിരിക്കാൻ. അതില്ലാതെ നമ്മൾ നോക്കണം. നമ്മുടെ കുടുംബത്തെ ദീനിയായിട്ട് വളർത്തണം. കുട്ടികൾക്ക് കോൺഫിഡൻസ് കൊടുക്കണം. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലുമുള്ള കാര്യങ്ങളെ അവർക്ക് വ്യാപിപ്പിച്ച് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് കാണിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ കുട്ടികൾക്കുള്ളിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാകണം.